ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും പിന്നെ നമ്മൾ നന്നായി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അതായത് ഞങ്ങളുടെ മൈൻഡ് എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ട് ഇരിക്കാനും പിന്നെ ബിസി ആയിട്ട് ഇരിക്കാനും എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ തന്നെ കെയർ ചെയ്യണതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഏർലി മോർണിംഗ് എണീക്കാൻ ശ്രമിക്കുക. അതായത് 5 o'clock to 6 o'clock ഉള്ള ഒരു ടൈമിന് എണീറ്റിട്ട് എക്സസൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ലിസ്റ്റ്, ഇന്ന ഡേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും നോക്കേണ്ടതാണ്. പിന്നെ വീട്ടുപണി എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കായിട്ടുള്ള മീ ടൈം നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ നോളജൊക്കെ ഇമ്പ്രൂവ് ആവാനും വൊക്കാബുലറി വാസ്റ്റായിട്ട് നിങ്ങളുടെ എനർജി എല്ലാം തന്നെ എനർജറ്റിക്കായിട്ട് വയ്ക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഈ ഒരു ഹാബിറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് പഠിക്കുന്നവർ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ബുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മീൻ ടൈമിൽ. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാവുന്നതാണ്, ഹെയർ കെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ പറ്റിയിട്ട് വല്ലതും ഇപ്പം ഞങ്ങളുടെ ഒരു ജീവിത സാഹചര്യം നോക്കുമ്പോൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സൊക്കെ ഞങ്ങളുടെ മൈൻഡ് ഓക്യുപ്പൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടാത്ത നെഗറ്റിവിറ്റി ആസ്പെക്റ്റ്, അതായത് നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള തിങ്സൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതാണ്. അതായത് എക്സസൈസിലൂടെ ആവാം, ഇല്ലെങ്കിൽ ജേർണലിലൂടെ ആവാം, ഇല്ലെങ്കിൽ വെറുതെ പേപ്പറിൽ എഴുതുന്ന ഒരു ശീലമാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അതിലൂടെ നിങ്ങളുടെ നെഗറ്റിവിറ്റി മാറ്റാൻ നോക്കുക. അതായത് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടാത്ത തോട്ട്സ് വരികയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇതൊന്നും പറ്റാത്തവർ ഇത് നിങ്ങൾ ഒരു 5-10 മിനിറ്റോളം നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. ഓക്കെ, വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും നല്ല പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് വരാൻ ഇത് സഹായിക്കും. ഓക്കെ, പിന്നെ നെഗറ്റിവിറ്റി എന്നുള്ള ഒരു ഷെയ്ഡ് അതെല്ലാം മാറിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ജീവിതത്തിൽ ഒരു വെളിച്ചം പോലെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. നിങ്ങളുടെ ഗോളിന് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ പോലെ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആരുടെയും അടിമക്കാരല്ല. അതായത് ഞങ്ങൾ ആരും പറഞ്ഞ് ഞങ്ങൾ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. അപ്പം ഞങ്ങളുടെ തോട്ട്സ് എന്താണ്, ഞാൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്ലോന് അങ്ങനെ പോകാൻ വിടുക. ഓക്കെ, അപ്പോൾ പുതിയ തോട്ട്സ്, പുതിയ നല്ല നല്ല ഗുഡ് തോട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, നല്ല ഹാബിറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഷെയ്ഡ് ഞങ്ങളുടെ ജീവിതത്തിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഞങ്ങൾ പുതിയതായിട്ടുള്ള
ജീവിത രീതി തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല ഹാബിറ്റ്സും ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഇന്നർ സോളിനും ഞങ്ങളുടെ ഒരു മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും എല്ലാം ഹെൽപ്ഫുള്ളാണ്. അതായത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആയി വയ്ക്കുന്നത് ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ ഇനിയൊന്ന് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശീലമാക്കുക. ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് വരുമോ അത് താനായിട്ടേ വരും. ഓക്കെ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ചിന്തയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നേരിടേണ്ടതാണ്. പിന്നെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. അതിലൂടെ മനോബലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും. ഓക്കെ, അപ്പോൾ അവരൊന്നും ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഞങ്ങളുടെ ലൈഫിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർ ഒന്നും ഉപയോഗമില്ല. അവരുടെ ഒരു കോണ്ടാക്റ്റ് ആവട്ടെ, അവരുടെ കൂടെ സംസാരമാവട്ടെ, എന്ത് തന്നെ ചെയ്താലും അവരൊന്നും മാറാൻ പോകുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അധികാരമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാത്ത ഒരു വ്യക്തി അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. പിന്നെ ചിന്തിച്ച് തന്നെ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയുടെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം നന്നായി ജീവിച്ചിട്ട് നന്നായി ഓരോരോ മിനിറ്റും ഞങ്ങൾ ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ്. ഓക്കെ, ദൈവം എല്ലാം അനുഗ്രഹിച്ചിട്ടാണ് ഇവിടെ ഭൂമിയിൽ ഓരോരുത്തരെയും അയക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവത്തിനോട് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ഒരു ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് വയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ മുന്നേറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.